ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളെ കോവക്കയാണ്. നാടൻ കോവക്കയാണ്. ഇത് നമ്മൾ ഇടവിളയായിട്ട് നട്ടതാണ്. ഇവിടെ പയർ നടാൻ നമ്മൾ പന്തലെല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടവിളയായിട്ട് നമ്മൾ നട്ട കോവലാണ്. അപ്പോൾ ഇവിടെ എല്ലാം മുട്ടിന് കാ പിടിച്ചിട്ടുണ്ട്. എല്ലാ മുട്ടിലും കായാണ്. നമ്മളെ പയറിൻ്റെ പന്തലിലോട്ടത് പടന്ന് പോയിട്ടുണ്ട്. ഇതേ ഇവിടക്ക ഇത് തറയിൽ കൂടി പടർന്ന വള്ളിയിലും നമുക്ക് കായ്ച്ചിട്ടുണ്ട്. കോവയ്ക്ക നിറയെ കായ്ക്കാൻ മണ്ണൊരുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ചാണകപ്പൊടി മാത്രം നമ്മൾ ചേർത്താൽ മതിയാകും. മറ്റുള്ള വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ഈ കോവയ്ക്ക വള്ളി നല്ല തഴച്ച് വരുന്നതല്ലാതെ കായും പൂവും ഒന്നും പിടിക്കില്ല. കണ്ട, നല്ല തോട്ടത്തിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാം. ഇതണ്ട, തറയിൽ വരെ അതാ പടന്ന് ഒരുപാട് പിടിക്കുന്ന ഒരു ഇനമാണിത്. ഇതണ്ട, എല്ലാ വള്ളിയിലും ഇത് നിറച്ച് കായ്ക്കുന്നു. അപ്പോൾ കോവയ്ക്ക നടുന്നവർ നല്ല ഉണങ്ങി കിരികിരാന്നിരിക്കുന്ന ചാണകപ്പൊടി വേണ്ട, ഇതുപോലത്തെ കിരികിരാന്നുള്ള ചാണകപ്പൊടി നമ്മൾ മണ്ണിലിട്ട് നടുക. വേറെ ഒന്നും ചേർക്കരുതേ സുഹൃത്തുക്കളെ. ഇത് വേണ്ട, തറയിൽ വരെ മണ്ണ്, ഇതേ തറയിൽ വരെ കാഴ്ച കിടപ്പുണ്ട്. നല്ല കിടുക്ക് സാധനം, ശരിക്ക് പൂവുണ്ട്. അതെ, ആശാമാർ കയറി പോകുന്നുണ്ട്. ഉറുമ്പ്. ഇത് ഒരു സ്റ്റെപ്പ് കായ്ച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളത് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മളതിൻ്റെ ചുവട് മാത്രം നിർത്തിയിട്ടുണ്ട് പൊടിക്കാൻ കണക്കിന്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ചാണകപ്പൊടി നല്ല കിഴികിരാന്നിരിക്കുന്ന ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുക. അത് മണ്ണിൽ മിക്സ് ചെയ്ത് നമ്മൾ കോവൽ തണ്ടുകൾ മുറിച്ച് നടുക. വേറെ ഒന്നും ചേർക്കരുത് സുഹൃത്തുക്കളെ. മറ്റുള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കാവും പൂവൊന്നും വരാതെ ഇലച്ചിൽ മാത്രം കാണും.